ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഒരു വണ്ടി എടുക്കണ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിയാണ് ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിലിംഗ് വീഡിയോ ആണ് ഇപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതാ നേരെ മാപ്പ് സെറ്റ് ചെയ്യാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കൊരു ട്രാവലറിൻ്റെ മോഡ് സെറ്റ് ചെയ്യണം വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ ഗെയിമിലേക്ക് കയറി. അപ്പോൾ നമ്മൾ നമ്മുടെ ഗെയിം ഒക്കെ ഒന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കല്ലേ. അപ്പോൾ ഞാൻ ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മുമ്പത്തെ വണ്ടർ ലേവർ സെറ്റ് ചെയ്യണ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. അപ്പോൾ ഞാൻ ഈ ക്യാമറ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് നല്ലപോലെ ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഗൈസ്, നമുക്കിതാ വണ്ടിയിട്ട് നമ്മളിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിതാ നമ്മുടെ വണ്ടിയിട്ടൊന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഒന്ന് ഒതുക്കാൻ എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ നോക്കിയിട്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളിതിൻ്റെ മേലൊരു ഇത് കാണുന്നുണ്ടോ, ഒരു റേഡിയോ ആൻഡ് മ്യൂസിക് പ്ലെയർ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ പാട്ട് സെറ്റ് ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് സോങ് നിന്നിട്ടാൽ മതി. പിന്നെ അതിൽ റിവേഴ്സ് എടുക്കുമ്പോൾ സ്പീഡ് കുറച്ച് കൂടുതലായിട്ടാണ് ഫീൽ ചെയ്യണത്. പിന്നെ കുഴപ്പമില്ല. പിന്നെ മാല നല്ല ഒറിജിനാലിറ്റി പോലെ തന്നെ ഇളകണൊക്കെ ഉണ്ട്. പക്ഷേ ഇളകണ കാണുമ്പോൾ ജസ്റ്റ് ഒരു പേപ്പർ തൂക്കിയിട്ട് ഇളകണ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ സ്ഥലം കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് കെട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്ററൊക്കെ ഞാനൊന്ന് ഓണാക്കിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ ഓണാക്കിയിട്ടിട്ടുണ്ട്. സൈഡിൽ നിങ്ങൾ കാണാനുണ്ടോ. പിന്നെ ഇതിൻ്റെ വൈപ്പർ കറങ്ങണ ടൈമിങ്ങിൽ ഈ വണ്ടിയുടെ ലൈറ്റും കത്തുണ്ട്. നിങ്ങൾക്ക് കാണാണ്ട സൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ ചിഹ്നം നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിലത്തെ ഡിക്കിയൊക്കെ തുറക്കും. ഡിക്കി അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. പിന്നെന്താ എനിക്ക് 3 പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 3 പറഞ്ഞിട്ടുള്ളത് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ 2-3 വട്ടം എന്നിട്ട് ഓണാക്കി ഓഫാക്കി നോക്കും. പിന്നെ എനിക്ക് മനസ്സിലായത് 3 മറ്റേ ടയറിൻ്റെ സൈഡ് ഭാഗത്ത് മറ്റേ ഇതിൻ്റെ ആണെന്ന്. 3 ഓണാകുമ്പോൾ സാധാ, പിന്നെ ഓഫാകുമ്പോൾ പുതിയ ഇതുപോലെ. പിന്നെ അതിൽ 2 അമർത്തിയ സൈഡിലത്തെ ഡോറും, പിന്നെ 1 മറ്റേ ഫ്രണ്ടിലെ തോന്നുന്നതും, പിന്നെ മേലെ തുറക്കുന്നതാണ്. ഇപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിലിങ്. അപ്പോൾ ഞാൻ വണ്ടിയുടെ ലേവർ സെറ്റ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ വേണ്ടവർ കാണുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.